ശ്രീ അലക്സാണ്ടർ ജേക്കബ്, ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ രാത്രിയിലെ, നേരത്തെ താങ്കളത് പറഞ്ഞുപോയി, പക്ഷേ ഈ രാത്രി കാലത്ത് ഈ ജയിലിനകത്തെ 2 മണിക്കൂറും അല്ലെ 3 മണിക്കൂറോ ഇടവിട്ടുണ്ട് എന്ന് പറയുന്ന പരിശോധനയുടെ ഒരു പൊതുരീതി എന്താണ്? അതൊന്ന് വിശദമാക്കാമോ? അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകും ഇന്നലെ രാത്രി അതൊക്കെ എത്രമാത്രം നടന്നിട്ടുണ്ട്. കാരണം 1 മണിക്ക് ശേഷം ഏതാണ്ട് രാവിലെ വരെ ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം പല നിലകളിൽ നടത്തിയ ഒരു കൊടും ക്രിമിനലാണ്. അപ്പോൾ ഈ ജയിലിനകത്തെ പരിശോധനയുടെ ഒരു വ്യവസ്ഥ എത്രമാത്രം നടപ്പായി എന്ന് താങ്കൾ പറഞ്ഞാൽ അത് കുറച്ചുകൂടി ആളുകൾക്ക് വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, താങ്കൾ ഒരുപാട് കുറ്റകൃത്യങ്ങളും ഒരുപാട് കാര്യങ്ങളും നല്ല ഓർമ്മയിൽ നിന്നങ്ങ് അവതരിപ്പിക്കുന്നുണ്ട്, ഇവിടെ മാത്രമല്ല പൊതുവിൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ റിപ്പർ ജയാനന്ദൻ്റെ കേസ്, ഇതേ 10-ാം നമ്പർ ബ്ലോക്കിലായിരുന്നു അയാൾ, അതിന് തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. റിപ്പർ ജയാനന്ദനും ഇതേ പാറ്റേണിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആ ശ്രമം, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ടാണോ ഇപ്പോഴും പരിശോധിച്ചാൽ ഈ ഗോവിന്ദച്ചാമിയും അതേ രീതിയിൽ തന്നെ സെല്ലിൻ്റെ അഴിമുറിച്ച് അതിന് ഉപ്പുപയോഗിച്ച് അതിനുശേഷം തുണികളൊക്കെ കൂട്ടിക്കെട്ടി ഇതുപോലെ ഇത് തന്നെയാണ് അയാളും ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതേ രീതിയാണോ ഇയാളും പിൻപറ്റിയിട്ടുള്ളത്? രണ്ട് കാര്യങ്ങൾ. മൂന്നാല് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഈ തടവ് ചാടുന്നവരിൽ 70% മഴക്കാലത്താണ് ചാടുന്നത്. കർക്കിടക മാസം വരുന്ന മഴക്കാലം, തുലാവർഷവും ഇടവപ്പാതിയിലാണ് ചാടുന്നത്. അപ്പോൾ ആ സമയത്ത് തടവുകാരൻ കൂട്ടുന്ന കൂട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. 70% തടവുകാരൻ തടവ് ചാടുന്നത് തുണി കൊണ്ട് മേളിൽ കെട്ടിയിട്ട് തൂങ്ങി ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി ജയിലിൻ്റെ മതിലിൻ്റെ എല്ലാം മുകളിൽ ഇരുമ്പ് കമ്പി വെച്ച് ലൈനിങ്സ് ഉണ്ടാക്കിയ ശേഷം അതിനകത്ത് കറണ്ട് പാസ് ചെയ്തു. ഞാനത് തുടങ്ങി വെച്ചു. സെൻകുമാറാണ് അത് പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ കിളികൾ വന്നതിരുന്നാൽ കിളികൾ ചാവുന്നുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല, ഞങ്ങളത് വീണ്ടും തുടർന്നു. പക്ഷേ ഈ ഇലക്ട്രിക് കമ്പി ഈ തടവുകാർ ചാടുന്ന സമയത്തൊക്കെ ഓഫാവുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഓഫായി, കണ്ണൂർ ഓഫായി, തൃശ്ശൂർ ഓഫായി. അപ്പോൾ അത് ഓഫാവുന്നത് നാച്ചുറലായിട്ട് പറ്റിയതാണോ, ഇലക്ട്രിക് കറണ്ട് സപ്ലൈ പോയതാണോ, അത് മനഃപൂർവ്വം ഓഫ് ചെയ്താണോ എന്നുള്ളത് ചിന്തിക്കുകയും ഈ ഇരുമ്പമ്പി ഇല്ലാത്തിടത്ത് ഇരുമ്പമ്പി വെക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കുകയും ചെയ്യണം. 2, ഈ തടവ് ചാടിയിട്ട് പരോൾ ജമ്പ് ചെയ്തിട്ട് കിട്ടാത്ത 49 പേരുണ്ട്. ഇപ്പോൾ ഇവനെ 2 മണിക്കൂർ കൊണ്ട് കിട്ടി. അപ്പോൾ ഈ കിട്ടാത്ത 49 ഒന്ന് പിടിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും സജ്ജീകരണം ഉണ്ടാക്കാൻ പറ്റുമോ? അത് നമ്മൾ പ്രത്യേകമായിട്ട് അന്വേഷിക്കണം. പിന്നെ ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞു ഡ്രോൺ പരിശോധിച്ച് നോക്കിക്കൂടെ എന്ന്. ഡ്രോൺ പരിശോധിച്ചു. ഞങ്ങൾ ഡ്രോൺ 2 എണ്ണം വാങ്ങിച്ചിട്ട് കണ്ണൂർ ജയിലിൽ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴാ ജയിലിൻ്റെ തൊട്ടടുത്ത് ഒരു പത്രപ്രവർത്തകൻ താമസിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ കുളിക്കുന്ന ആ കുളിമുറിയുടെ ആ ജനലിൻ്റെ മേളിൽ കൂടെ ഈ ഡ്രോൺ വന്നാൽ കാണാൻ പറ്റും, സ്ത്രീയുടെ നഗ്നം കാണാൻ പറ്റുമെന്ന് കംപ്ലയിൻറ്റ് പോയി. പത്ര റിപ്പോർട്ട് വന്നു. പത്ര റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡ്രോൺ പരിശോധന നിർത്തിലാക്കാനായിട്ട് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കേണ്ടി വന്നു. പ്രബലമായൊരു പത്രത്തിൻ്റെ ലേഖകനാണ് ഈ കംപ്ലയിൻ്റ് ചെയ്തിരിക്കുന്നത്. അയാളുടെ ഭാര്യയുടെ വലിയ കഷ്ടപ്പാടാണ് കേരളത്തിലെ ജയിലധികൃതരെ സംബന്ധിച്ചല്ലേ. ഈ നാട്ടിൽ ഈ ജയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് ജയിലധികൃതർ ജീവിച്ചു പോകുന്നതെന്ന് തോന്നിപ്പോകും താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ. എന്തിനു ശ്രമിച്ചാലും തടസ്സം. അത് കഴിഞ്ഞ് CCTV വെക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ, അതെ, CCTV വെക്കാൻ തുടങ്ങിയപ്പോൾ പുറത്തുനിന്നുള്ളവരുടെ ഇന്ന് ടെൻഡർ വിളിച്ചപ്പോൾ പുറത്തൊരാൾ ആദ്യം പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് അഴിമതി ഉണ്ടാകുന്ന ആരോപണം വരുമെന്ന് ഭയപ്പെട്ടിട്ട് കെൽട്രോണിന് കൊടുത്തു. കെൽട്രോണി ആദ്യം CCTV വെച്ച് കഴിഞ്ഞ് ഓരോ ആണ്ടിലും അത് കേടാവുന്ന റിപ്പയർ ചെയ്യാൻ 20 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കേടായാൽ റിപ്പയർ ചെയ്യുന്ന പൈസ ഞങ്ങൾ തരാം, അല്ലാതെ കേടായാലും 20 ലക്ഷം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിന് സംഭവം 5 ലക്ഷത്തിൽ കൂടുതലുള്ളത് ഫൈനാൻസിന് ക്ലിയറൻസിന് പോകണം. ഫൈനാൻസും ഒക്കത്തില്ല. കേടാവുന്ന ക്യാമറ റിപ്പയർ ചെയ്യാൻ പറ്റും, അഡ്വാൻസ് 20 ലക്ഷം കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഈ ക്യാമറകൾ വലുതും ഫങ്ഷൻലെസ്സായി. അപ്പോൾ അത് നമ്മൾ തടയാനായിട്ട് പറ്റാത്ത ഒരുവായി. പിന്നെ ഒരു വർഷം ഈ കേരളത്തിൽ 16 ലക്ഷം കേസാണ് പോലീസ് സ്റ്റേഷനിൽ FIR ആയിട്ട് വരുന്നത്. പിന്നെ അന്വേഷണം കഴിഞ്ഞ് ചാർജ് ഷീറ്റ് ചെയ്യാനുള്ളത് 18 ലക്ഷം പെൻഡിംഗ് ആണ്. 34 ലക്ഷം കേസാണ് ഈ പാവം പോലീസ് അന്വേഷിക്കുന്നത്. അതിൽ 8 ലക്ഷം പേരാണ് ഒരു കൊല്ലം അറസ്റ്റ് ചെയ്യുന്നത്. 8 ലക്ഷം പേരെ. അപ്പോൾ ഈ 8 ലക്ഷം പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നാട്ടുകാർ ആരെങ്കിലും വിവരം തരാതെ പോലീസ് ദിവ്യദൃഷ്ടി കൊണ്ടല്ല അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും വിവരം തന്ന് പോലീസ് അറസ്റ്റ് ചെയ്താൽ പോലീസിനല്ല ക്രെഡിറ്റ്, ആ വിവരം തന്നവനാ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 8 ലക്ഷം അറസ്റ്റ് ചെയ്ത പോലീസിൻ്റെ അവസ്ഥ എന്താ നമ്മൾ ആലോചിച്ച് നോക്കണം.